കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പൗലൂസിൻ്റെ ജീവിതയാത്രയിൽ നേരിട്ട പലവിധ ക്ലേശങ്ങളെക്കുറിച്ച് തിരുവചനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കപ്പെടുന്നുണ്ട് അല്ലേ. തിരുവചനത്തിലേക്ക് കൊരിന്ത്യലേഖനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് കടലിലെ ആപത്ത്, കള്ളന്മാരാരുടെ ആപത്ത്, സ്തോത്രം, അങ്ങനെ പട്ടിണി, പൈതാഹം, ഉറക്കളിപ്പ്, ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിയേണ്ടി വരുന്ന ഈ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ശുശ്രൂഷകളുമായിട്ടുള്ള ബന്ധത്തിൽ പൗലൂസിൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവന്നു. വളരെ ശ്രദ്ധിക്കുക, പൗലൂസ് അതെല്ലാം സന്തോഷത്തോടെ സഹിപ്പാൻ ഇടവന്നു. കാരണം കർത്താവിനെ പ്രതി അതെല്ലാം സഹിപ്പാൻ സ്തോത്രം അദ്ദേഹം സന്തോഷവാനായിരുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോലെ ദുഃഖത്തെ വഹിച്ചില്ലെങ്കിൽ ഭാരപ്പെട്ടുകൊണ്ടോ വേദനപ്പെട്ടുകൊണ്ടോ പിറുപിറുത്തുകൊണ്ടോ അല്ല അദ്ദേഹം കഷ്ടം സഹിച്ചു. വളരെ സന്തോഷത്തോടെയാണ് കഷ്ടതകളെ പൗലോസ് അപ്പോസ്തലൻ സഹിപ്പാൻ തക്കവണ്ണം ഇടവന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരു പ്രയാസഘട്ടം അല്ലെങ്കിൽ ഒരു പ്രതികൂല ഘട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. പൗലോസിനെ ക്രിസ്ത്യാനി ദൈവത്തിങ്കിലേക്ക് ദൈവജനത്തെ ആകർഷിച്ചതിനെ പ്രതി അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞതിനെ പ്രതി ഒക്കെ പൗലൂസിനെ യഹൂദന്മാർ വിസ്തരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വിധി പുറപ്പെടുവിക്കാൻ യെരൂശലേമിലുള്ളവർക്ക് കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അന്നത്തെ നിയമകർത്താക്കൾ, അന്നത്തെ അധികാരികൾ പുറപ്പെടുകയും അങ്ങനെ ഒരു യാത്ര സ്തോത്ര കപ്പലിലൂടെ പോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ. തിരുവചനം നമ്മൾ വായിക്കുന്ന സമയത്ത് ഏകദേശം 276ഓളം പേര് വരുന്ന ഒരു സംഘം, അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് മാത്രം സ്തോത്രം രക്ഷിക്കപ്പെട്ടയാളായിട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയുന്നയാളായിട്ട് നിൽക്കപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കപ്പെടുന്നുണ്ട് അല്ലേ. സ്തോത്രം. അങ്ങനെ കപ്പലിങ്ങനെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി തകർന്ന തലത്തിലേക്ക് വന്നു. സ്തോത്രം. അവസാനം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ കപ്പൽ മുഴുവൻ തകരപ്പെടുകയാണ്. എന്നാൽ അതിനകത്തിരിക്കുന്ന ഒരാളിന് പോലും ഒരു ദോഷവും ദൈവം വരുത്താതെ സ്തോത്രം ദൈവം എല്ലാവരെയും രക്ഷപ്പെട്ടു. പക്ഷേ ഈ രക്ഷപ്പെട്ടവർ കയറിയ സ്ഥലത്തിൻ്റെ പേരാണ് മെലീത്ത. മെലീത്തയിൽ വന്ന സമയത്ത് ശീതകാലമായതുകൊണ്ട് അവർ വിറകൊക്കെ പെറുക്കി സ്തോത്രം ശരീരത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയം അല്ലേ. നമ്മളവിടെ വായിക്കുന്നത് എങ്ങനെയാണ് അല്ലേ. വിറകൊക്കെ കൂട്ടി തീ കൂട്ടി ഞങ്ങളൊക്കെയും കൈക്കൊണ്ടു. സ്തോത്രം. അപ്പം അവിടെ വെച്ച് ഒരു വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊരു അണലി പൗലൂസിൻ്റെ കയ്യിലേക്ക് വന്ന് പുറപ്പെട്ടു. ചൂട് നിമിത്തം പുറപ്പെട്ടു എന്നാണ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. അവൻ്റെ കയ്യിലേക്ക് അത് കടിച്ചു തൂങ്ങുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബർബരന്മാർ പറഞ്ഞു, ഇവനൊരു കൊലപാതകനാണ്. സ്തോത്രം. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദേവി അവൻ എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല എന്ന് പറയുന്നൊരു തലം അവിടെ ഉണ്ട്. സ്തോത്രം. ഈ സമയത്താണ് പൗലൂസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളയുവാൻ തക്കവണ്ണം ഇടവന്നത്. ശ്രദ്ധിക്കുക, അതിനെ വെച്ച് അദ്ദേഹം ഭയപ്പെടുകയായിരുന്നില്ല ചെയ്തത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ ഒരു ദൂത് ഈ വചനത്തിലൂടെ ഞാൻ കൈമാറും. അണലിയുന്നത് നല്ല പോയിസണുള്ള ഒരു ഇടജന്തുവാണ്. അതിൻ്റെ സ്തോത്രം പോയിസൺ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ശരീരം നീര് വയ്ക്കുകയോ ഇല്ലെങ്കിൽ ചത്തു വീഴുകയോ ചെയ്യുമെന്നുള്ളത് ഷാർപ്പാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം അതിനെ തീയിലേക്ക് കുടഞ്ഞു കളയുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, രോഗമോ ഭാരമോ വിഷയങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെ പൈശാചിക പോരാട്ടങ്ങളോ മാനുഷികമായ നിന്ദകളോ പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടി തന്നെയാണ്. സ്തോത്രം. നമ്മളെ ഉടയ്ക്കാൻ വേണ്ടി തന്നെയാണ്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അത് നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് കൊണ്ടു നടന്നാൽ ഒരു കാരണവശാലും ഇത് നമ്മളെ വിട്ട് മാറത്തില്ല. ഇത് നമ്മളെ ഭാരപ്പെടുത്തിക്കൊണ്ട് ചില നിന്ദകൾ, ചില ആക്ഷേപങ്ങൾ, ചില കുറ്റപ്പെടുത്തലുകൾ സ്തോത്രം, ഇത് നമ്മളെ ഭാരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പൗലോസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ നിന്റെ ആത്മശക്തി ഉപയോഗിച്ച്, നിന്റെ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തെ ഉപയോഗിച്ച് അതിനെ കുടഞ്ഞു കളയാൻ തയ്യാറായാൽ അത് നിന്നെ സ്തോത്രം ബാധിക്കത്തില്ല, അത് നിന്നെ തൊടുകയില്ല. അതിൻ്റെ ശക്തികൾ
ക്യാൻസറോ അതിൻ്റെ അല്ലെ സ്തോത്രം പോയിസണോ നിൻ്റെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്യാതെ അതിനെ കുടയുവാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ തയ്യാറായാൽ, ഒരുപക്ഷെ കടഭാരമോ രോഗമോ എന്തോ ആകട്ടെ, അതിനെ കുടഞ്ഞു കളഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി ഭവിപ്പാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുൽക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരുടെ മേൽ പകരണമേ. കൃപ കൂടെ ഇരുന്നാട്ട് കർത്താവ് ചിലതിനെ കുടഞ്ഞു കളയേണ്ട അഭിഷേകവും അധികാരത്തെ ദൈവം പകർന്നാട്ട് എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.